ഇതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എങ്കിലും ആ, എനിക്ക് പറ്റുന്ന തരത്തിൽ ഞാനത് വിശദീകരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഉള്ളത് പാരീസ് ഉടമ്പടിയാണ്. ഈ പാരീസ് ഉടമ്പടിക്ക് മുമ്പ് ക്യോട്ടോ പ്രോട്ടോകോൾ അഥവാ ക്യോട്ടോ ഉടമ്പടി എന്നൊരു സംഭവമായിരുന്നു. അത് 1997 നെഗോഷിയേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഏതാണ്ട് 2002 പ്രാബല്യത്തിൽ വന്നു. അത് പിന്നീട് 2015 2012 ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. പിന്നീട് പേരിന് അത് 2020 വരെ ആക്കുകയുണ്ടായത്. അതിനിടയിലാണ് 2015 പാരീസ് ഉടമ്പടി ഉണ്ടാവുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. അതായത് ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ക്യോട്ടോ ഉടമ്പടി എന്ന് പറയുന്ന സംഭവം ഈ വികസിത രാഷ്ട്രങ്ങൾക്ക് മാത്രമായിരുന്നു അതിലെ ഈ എന്താണ് പറയുക നിബന്ധനകൾ ബാധകമായിരുന്നു. അതാണ് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ചില പത്രങ്ങളിൽ കാണുന്ന എന്താണ് അനക്സർ 1 രാജ്യങ്ങൾ, അനക്സർ 2 രാജ്യങ്ങൾ, നോൺ അനക്സർ രാജ്യങ്ങൾ, അതായത് പട്ടികയിൽപ്പെടുത്തിയത്, പട്ടികയിൽപ്പെടുത്താത്തത്. പട്ടിക 1 തന്നെ വ്യത്യാസമുണ്ട്. OECD, അതായത് വളരെ വികസിതമായിട്ടുള്ള അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനെ പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ റഷ്യയിലെയും ബാൾട്ടിക് റിപ്പബ്ലിക്കുകളൊക്കെ വരുന്ന വേറെ കുറേ രാജ്യങ്ങൾ, ഇന്ത്യയെ പോലുള്ള അവികസിത അല്ലെങ്കിൽ ലീസ്റ്റ് ഡെവലപ്ഡ് നേഷൻസ് എല്ലാം കൂടെ അവരൊന്നും ഉള്ളവരല്ല. അപ്പോൾ ഈ അനക്സറിൽ പെടുത്തിയിട്ടുള്ള രാജ്യങ്ങൾക്ക് അന്ന് ടാർഗറ്റ് വെച്ചു. അപ്പൊ ഈ ടാർഗറ്റിനെയൊക്കെയാണ് നമ്മുടെ ട്രംപും അതുപോലുള്ള ആൾക്കാരൊക്കെ അന്ന് എതിർത്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് 2015 കുറച്ചുകൂടി നല്ലൊരു ഉടമ്പടി എന്നുള്ള രീതിയിൽ ഈ പാരീസ് ഉടമ്പടി പാരീസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് COP21 ലോകരാജ്യങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ആസ് ഓൺ ടുഡേ 198 കക്ഷികൾ എന്നാണ് പറയുന്നത്, പാർട്ടീസ് എന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരു കാരണം 197 രാജ്യങ്ങളും 27 അംഗ യൂറോപ്യൻ യൂണിയനും അതിലുണ്ട്. 27 രാജ്യങ്ങൾ ചേർന്ന അവരൊരു പാർട്ടിയായിട്ടാണുള്ളത്. അതുകൊണ്ടാണ് 198 പാർട്ടികൾ, അല്ലെങ്കിൽ മലയാളത്തിൽ 198 കക്ഷികൾ എന്നൊക്കെയാണ് നമ്മൾ. അപ്പോൾ ഈ 198 കക്ഷികൾക്കും ഇൻഡിവിജ്വലായിട്ട് നിബന്ധനകൾ ഒന്നും പറഞ്ഞിട്ടില്ല. അവരോട് അവരുടെ രാജ്യത്തെ സാഹചര്യങ്ങളും കഴിവും ഒക്കെ വെച്ചുകൊണ്ട് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്, ഇത് പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഇതാക്കേണ്ട ക്ലൈമറ്റ് ആക്ഷൻ അതാണ് ശരിക്കും. പക്ഷേ NDC എന്നാണ് ഔദ്യോഗികമായിട്ടാണ് പറയുന്നത്. നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്, ദേശീയമായി നിശ്ചയിച്ച നടപടികൾ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഈ സാധനം എല്ലാ രാജ്യങ്ങളും തയ്യാറാക്കി കൊടുക്കണം. അതിലാണ് ക്ലൈമറ്റ് ആക്ഷൻ ഉള്ളത്. ഓരോ രാജ്യവും എന്താണ് ചെയ്യാൻ പോകുന്നത്. വെറുതെ ഇങ്ങനെ 2050 ഞങ്ങൾ നെറ്റ് സീറോ ആകാം, അല്ലെങ്കിൽ 2045 നെറ്റ് സീറോ ആകാം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇന്ത്യ 2070 നെറ്റ് സീറോ ആകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ സീറോ, അതായത് നമ്മൾ ഇനി എന്താണ് പറയാ, എമിഷനും സിങ്കും സിക്വസ്ട്രേഷനും എല്ലാം കൂടെ സമതുലിതമായി പോകുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് 2070 പറ്റൂ. ചില രാജ്യങ്ങൾ പറഞ്ഞു 2050 പറ്റും, ചില രാജ്യങ്ങൾ പറഞ്ഞു 2040, 45 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചൈന 2060 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. USA, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2040 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ 2040 അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യങ്ങളും ഓരോ ടാർഗറ്റ് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈ പ്രശ്നം. നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ എമിഷൻ എന്നൊക്കെ പറയുന്ന സംഗതിയോട് ചരിത്രപരമായിട്ട്, അതായത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ വികസനത്തിന്റെ പാതയിലേക്ക് വന്നത് വളരെ വൈകിയാണ്. ആ സമയം കൊണ്ട് അമേരിക്ക, ജപ്പാൻ, യൂറോപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് വികസിച്ചു പോയി. അപ്പോൾ എൻ്റെ ഒരു കണക്ക് പറയുന്നത് 1850 മുതൽ 2019 വരെയുള്ള ഒരു കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തുള്ള ആകെ എമിഷന്റെ 25% അമേരിക്കയുടെ പണിയാണ്, USA ആണ്. 25%. പിന്നീട് അതിൻ്റെ താഴെയാണ് ഈ ചൈന, യൂറോപ്പ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്നത്. അപ്പോൾ ചരിത്രപരമായിട്ട് ഇത്രയധികം എമിഷനൊക്കെ നടത്തി വളരെയധികം വികസിച്ച് മുമ്പിൽ നിൽക്കുന്ന വികസിത രാഷ്ട്രങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന എന്താണ് പറയുക, നമ്മുടെ ഈ കാർബൺ കുറച്ചുകൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു NDC എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. 2015
NDC-കൾ എല്ലാ രാജ്യവും കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടത് നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ആക്ഷൻ പോയിന്റ്സ്. അത് 5 വർഷം കൂടുമ്പോൾ പുതുക്കി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിനിടയ്ക്ക് കോവിഡ് ഒക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് പുതുക്കൽ അല്പം വൈകി. 2022 ഇന്ത്യയുടെ NDC-കൾ പുതുക്കി കൊടുത്തിട്ടുണ്ട്. 8 പോയിന്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. ഇനി 2022 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 2020-ലാണ് നമ്മൾ 2000 കൊടുത്തത്. 2025 എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ഇത് പുതുക്കി കൊടുക്കും. ഇത് പുതുക്കി കൊടുക്കണമെങ്കിൽ വെറുതെ അങ്ങനെ പുതുക്കാൻ പറ്റില്ല. ഞങ്ങൾ എന്താണ് പറയുക, 50% സഞ്ചിത പവർ നോൺ എന്താണ് പറയുക ഫോസിൽ സോഴ്സിൽ നിന്ന് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2.5 മുതൽ 3 ബില്യൺ കാർബൺ ഡൈ ഓക്സൈഡ് ഞങ്ങൾ മാറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫൈനാൻസ് വേണം, കാശ് വേണം, പണം വേണം. ഈ പണം പല രാജ്യങ്ങളുടെയും ഇല്ല. അതിനുള്ള പണമാണ് ഈ പറയുന്ന NCQG എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ ഓൺ ക്ലൈമറ്റ് ഫൈനാൻസ്. ഈ പേരുകൾക്ക് ഭയങ്കര വിചിത്രമായ പേരുകളാണ്. ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ ഓൺ ക്ലൈമറ്റ് ഫൈനാൻസ്, NCQG. ഈ സാധനമാണ് ഇപ്പോഴും അവിടെ തീരുമാനമാകാതെ കിടക്കുന്നത്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചെറിയ പൈസയൊന്നും അല്ല. $1.3 ട്രില്യൺ എങ്കിലും വേണം. അപ്പോൾ ഞാൻ ഈ നാഷണൽ ഡിറ്റർമിൻഡ് NDC-യുടെ കാര്യം പറഞ്ഞില്ല. ഈ NDC-യിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ എത്ര ബില്യൺ ഡോളർ വേണമെന്ന് പറയാം. ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് പറയുന്നത് 5.8 മുതൽ 5.9, 5.8 നിങ്ങൾ വെച്ചു, $5.8 ട്രില്യൺ. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ 10,000 കോടിയാണ് ആലോചിക്കണം. ഒരു ട്രില്യൺ 10,000 കോടിയാണ്. 5.8 ട്രില്യൺ ഉണ്ടെങ്കിലേ ഓരോ രാജ്യത്തിൻ്റെയും അതിൽ പറഞ്ഞിരിക്കുന്ന NCD നടപ്പിലാക്കാൻ പറ്റൂ. വെറുതെ എങ്ങനെ NCD പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. അത് നടപ്പിലാക്കണമെങ്കിൽ പണം വേണം. ആ പണമാണ് ചോദിച്ചിരിക്കുന്നത് 1.3 ട്രില്യൺ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഹിന്ദുവിലൊക്കെ വാർത്ത വായിച്ചപ്പോൾ മനസ്സിലായത് X ട്രില്യൺ എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. അത് എന്താണ് പറയുക, അപ്രൂവൽ ആയിട്ടില്ല. അത് രാത്രിയിലും ചിലപ്പോൾ രാവിലെയൊക്കെ ആയിട്ട് അത് നടക്കും എന്നാണ്